താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണേ. നമ്മൾ ചിലത് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് കാണാതിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നലകളിൽ ഉണ്ടായിരുന്നു, ഇന്ന് അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അർത്ഥം എന്താ? ഇല്ല, അല്ലേ? ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും നഷ്ടപ്പെട്ടു പോയതും ഇല്ല. ആരെ സംബന്ധിച്ച്? ഈ മെസ്സേജ് എന്നിലൂടെ കേൾക്കുന്ന നിങ്ങളെയും, ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സംസാരിക്കുന്ന എന്നെയും കുറിച്ചല്ല, ലോക മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്. ലോക മനുഷ്യന് അവനവന്റെ കണ്ണുകൊണ്ട് ഒരു കാര്യം കാണുന്നില്ല എങ്കിൽ അർത്ഥം മറ്റൊന്നില്ല, ഇല്ല എന്ന് തന്നെ. എന്നാൽ ഞാനും നിങ്ങളുമായിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങനെയല്ല. ലോക മനുഷ്യന് അവന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാതാകുന്നിടത്ത് നിന്നാണ് ഭക്തൻ ഞാനും നിങ്ങളും കണ്ടു തുടങ്ങുന്നത്. അത് നമ്മുടെ ഒരു കുഴപ്പമല്ല, നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. ലോകം ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ദൈവം അവിടെ നിന്നൊരു പുതിയ തുടക്കം നൽകും. ഏകദേശം 9 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിതാവ് കണ്ണുനീരോടുകൂടെ, അതിലുപരിയായി വലിയ പ്രതീക്ഷയോടുകൂടെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ ആ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ അടുക്കൽ നിൽക്കുകയാണ്. ആ ഡോക്ടർമാരുടെ വായിൽ നിന്ന് ഒരു ശബ്ദം വന്നു. എന്താണ്? നിങ്ങളുടെ കുഞ്ഞ് ഒരു 3 ദിവസം കൂടെ ജീവിക്കത്തുള്ളൂ. നിങ്ങൾ ചെറുപ്പമാണല്ലോ. പിതാവിനോട് പറയുകയാണ്, ഇതൊന്നും ഒരു വലിയ സീരിയസ് വിഷയമായിട്ട് എടുക്കണ്ട, ഇനിയും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടും. അപ്പോൾ ആ കാര്യങ്ങളുമായി നിങ്ങൾ ചിന്തിച്ച് മുൻപോട്ട് പോവുക. ആ പിതാവ് തകർന്നു പോയി. ഡോക്ടറിന് പറയാം, പിതാവിനെ സംബന്ധിച്ച് ഒരു ദിവസം മാത്രം ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ തൻ്റെ കയ്യിൽ കിട്ടിയ കുഞ്ഞിനെ കാണുവാൻ കഴിയുന്നു. 3 ദിവസം കൂടെ മാത്രമേ അതിന് ആയുസുള്ളൂ. വല്ലാതെ തളർന്നു പോയി. ആരോട് സഹായം അഭ്യർത്ഥിക്കും? ആരാണ് തൻ്റെ കുഞ്ഞിന് ജീവനെ തനിക്ക് നൽകുക? എവിടേക്ക് നോക്കണം അറിയത്തില്ല. ഫുൾ സ്റ്റോപ്പ്, ഫുൾ സ്റ്റോപ്പ്, ഫുൾ സ്റ്റോപ്പ്. 3 ദിവസം കഴിഞ്ഞാൽ കണ്ണിലത് കാണുവാൻ കഴിയത്തില്ല. അപ്പോ ആ പിതാവ് ലോക മനുഷ്യനായിരുന്നു. എന്നാൽ അപ്പോൾ ആ പിതാവ് ഒരു ദൈവ മനുഷ്യനെ പോലെ ചിന്തിച്ചു, ഒരു ഭക്തനെ പോലെ ചിന്തിച്ചു. ലോക മനുഷ്യന് അസാധ്യം, എന്നാൽ എന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന് സാധ്യമാണല്ലോ. ആ പിതാക്കന്മാരുടെ ദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു. ആ സഹായത്തിന്റെ ഫലം അപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട്. 9 വയസ്സ് കഴിഞ്ഞു. ആ സഹായം കിട്ടിയ പിതാക്കന്മാരുടെ ദൈവത്തെ വിളിച്ച് സഹായം നേടിയെടുത്ത പിതാവ് നിങ്ങളോട് ഇന്ന് പകലും ആ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ലോകം അവസാനം വയ്ക്കുന്നിടത്ത് നിന്ന് ദൈവം പുതിയ തുടക്കങ്ങളെ നൽകും. അപ്പോൾ ചിലത് കാണുവാൻ കഴിയുന്നില്ല, അതിനർത്ഥം ഇല്ല എന്നല്ല. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ചിന്തിക്കുവാനായി പോകുന്നത്. വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ഈ പകലിലും ദൈവത്തിന്റെ ആത്മാവിന് ശക്തമായി ചിലരോട് ഇടപെടുവാനുണ്ട്. നിങ്ങൾ ഭാരത്തോടെ, നിരാശയോടെ, കണ്ണുനീരോടെ ആയിരിക്കുന്നു. ചിലത് കാണുവാൻ കഴിയുന്നില്ല. അർത്ഥം ലോക മനുഷ്യരെ പോലെ നിങ്ങൾ ചിന്തിക്കുന്നു, അതില്ല, ഇനി അങ്ങനെ എൻ്റെ ജീവിതത്തിലില്ല, അത് നഷ്ടപ്പെട്ടു പോയി, ഇനി എനിക്കൊരിക്കലും തിരികെ കിട്ടത്തില്ല. അങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന ചിലർ ഈ മെസ്സേജ് കഴിഞ്ഞ് പ്രാർത്ഥിച്ചെഴുന്നേൽക്കുമ്പോൾ സസ്പെൻസാ. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഭാഗത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 38-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ അവൻ എൻ്റെ മകൻ നിങ്ങളോടുകൂടെ പോരുകയില്ല, അവന്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി, അവൻ ഒരുത്തനേ ശേഷിപ്പുള്ളൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും എന്ന് പറഞ്ഞു. ഒരപ്പന്റെ ഹൃദയം തകർന്ന വാക്കുകൾ പുറത്തു വരികയാണ്. അപ്പന് 12 മക്കളുണ്ട്. അതിൽ തന്നെ പ്രിയപ്പെട്ട 2 മക്കൾ. ഒരു മകൻ നഷ്ടപ്പെട്ടു പോയ വേദനയിൽ നിന്ന് ആശ്വാസമായി ഒപ്പമുള്ള മറ്റൊരു കുഞ്ഞു മകൻ. ആ മകനും ഒരു പ്രത്യേക സന്ദർഭത്തിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയം ആ പിതാവിന്റെ ഉള്ളിലുണ്ടാകുന്നു. ശ്രദ്ധിക്കുക, താൻ ഏറെ ആഗ്രഹിച്ച്, താൻ പ്രതീക്ഷ വച്ചിരുന്ന, താൻ സ്വപ്നം കണ്ട തൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയി. ആ മകന്റെ പേര് യോസേഫ് എന്നാണ്. മകന്റെ പേര് യോസേഫ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പന്റെ പേര് യാക്കോബ് തന്നെ. മാറ്റമില്ല, അപ്പന്റെ പേര് യാക്കോബ് തന്നെ. ആ അപ്പന്റെ ഇളയ മകനും നഷ്ടപ്പെട്ടു പോകുവാൻ പോകുന്നു. ഏത് വഴിയിലൂടെ? ഈ സഹോദരന്മാർക്ക് ആഹാരവുമായാണ് യോസേഫ് എന്ന മകൻ ഒരിക്കൽ ഇറങ്ങിത്തിരിച്ചത്. ആ യാത്ര തിരിച്ചു വരവില്ലാത്ത യാത്രയായി മാറി. തിരികെ കിട്ടിയത് രക്തം പുരണ്ട കുറച്ച് വസ്ത്രങ്ങൾ മാത്രം. അപ്പൻ വളരെ വേദനയോടെ, നിരാശയോടെ
മകന്റെ നഷ്ടപ്പെടലുമായി പൊരുത്തപ്പെടുവാൻ കഴിയാതെ വ്യസനിച്ച് ജീവിക്കുകയാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ. അപ്പോഴിതാ അടുത്ത പ്രതിസന്ധി, അടുത്തതും നഷ്ടപ്പെട്ടു പോകുമോ? വെള്ളപ്പൊക്കം വന്നു, ഉണ്ടായിരുന്നതെല്ലാം പോയി, ഒന്ന് പച്ച പിടിച്ചു വന്നു തുടങ്ങിയതാ. കൊറോണയും കൂടെ വന്നു, പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. രണ്ടാം തരംഗം വന്നു, ഇനി ഒരു രക്ഷയുമില്ല, മൂന്നാം തരംഗം വരുമെന്ന് ഞങ്ങൾക്ക് കെട്ടിത്തൂങ്ങി ചാകുവാൻ മാത്രമേ കഴിയത്തുള്ളൂ. എല്ലാം പോയി, ഇനി ഒന്നും തിരികെ വരത്തില്ല. കൊറോണ വന്നപ്പോ ജോലി പോയി, ഇനി തിരികെ കിട്ടുമോ എന്ന് അറിയത്തില്ല. വീണ്ടും വീണ്ടും ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് കരിപ്പിടിപ്പിക്കുവാൻ ശ്രമിക്കുന്നു, പക്ഷെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കുന്നു. കുടുംബജീവിതത്തിനകത്ത് പ്രശ്നങ്ങളാണ്. ഒരു വിധത്തിൽ ഒന്ന് ശരിയാക്കി മുൻപോട്ട് കൊണ്ടുപോകുന്നതാ, പെട്ടെന്ന് വീണ്ടും പ്രശ്നം കടന്നു വരുന്നു. ഇനി നഷ്ടപ്പെട്ടാൽ തിരികെ കിട്ടുമോ? ഇനി കുറച്ചേ ഉള്ളൂ, നല്ല കാലമൊക്കെ പോയി, ആ നല്ല സമയമൊക്കെ പോയി. മല്ല് പിടിച്ച് വഴക്ക് കൂടി ആ നല്ല സമയം പോയി. ഇനിയുള്ള ശിഷ്ടകാലം സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയുമെന്ന് ചിന്തിച്ചായിരിക്കുമ്പോൾ വീണ്ടും അത് നഷ്ടപ്പെടുവാൻ പോകുന്നു. ആ പഴയ വഴിയിലൂടെ, മദ്യമെന്ന ആ പഴയ വഴിയിലൂടെ, ആകാത്ത കൂട്ടുകെട്ടുകളെന്ന നിന്നെ ഭയപ്പെടുത്തുന്ന ആ വഴിയിലൂടെ തലമുറകൾ ഒരു വിധത്തിലാവുന്ന വലിച്ചു പിടിച്ച് അകത്ത് കൊണ്ടുവന്നിരുത്തിയേ. വലിയ വീഴ്ചയായിരുന്നു. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞ് സന്തോഷത്തിൻ്റെ നിന്ന് ചിന്തിച്ചിരുന്നപ്പോ വീണ്ടും അടുത്ത പ്രശ്നം. ഇനി വയ്യ, ഇനി എന്നെ കൊണ്ട് വയ്യ. അപ്പന്റെ നിലവിളിയുടെ ശബ്ദമാ, ഇനി വയ്യ, ഇതും കൂടെ നഷ്ടപ്പെടുത്തുവാൻ എനിക്ക് വയ്യ. പക്ഷേ ലോക മനുഷ്യനായി അപ്പന്റെ നിലവിളി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ ഭക്തനായി ആ അപ്പന്റെ നഷ്ടപ്പെട്ടു പോയ മകനെ കുറിച്ച് വേദപുസ്തകം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 41-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ വാക്യത്തിൽ ആ അപ്പൻ നഷ്ടപ്പെട്ടു പോയി, മരിച്ചുപോയെന്ന് കരുതിയ ആ മകൻ മിസ്രയീം എന്ന ഒരു ദേശത്തെ ഭരിക്കുകയാണ്. യാക്കോബിന്റെ നഷ്ടപ്പെട്ടു പോയ യോസേഫ് എന്ന മകൻ, യാക്കോബിന്റെ അറിവിൽ മരണപ്പെട്ടു പോയ യോസേഫ് എന്ന മകൻ മിസ്രയീമിനെ വാഴുകയാണ്. ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ കണ്ണുകൊണ്ട് ചിലത് നിങ്ങൾ കാണുന്നില്ല എന്ന് വെച്ച്, ഒപ്പം ചിലത് ഇല്ല എന്ന് വെച്ച് നിങ്ങൾ ആഗ്രഹിച്ചത്, പ്രതീക്ഷിച്ചത്, നിങ്ങളുടെ ജീവിതം സുഖകരമായി സന്തോഷമായി മുൻപോട്ട് പോകുവാൻ വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചിലത് നിങ്ങൾക്കൊപ്പം ഇല്ല എന്നതുകൊണ്ട്, നിങ്ങൾ കാണുന്നില്ല എന്നതുകൊണ്ട് അത് നിങ്ങൾക്കൊപ്പം ഇല്ല എന്നല്ല, കാണാത്ത മണ്ഡലത്തിൽ അത് വളരുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര, സ്തോത്രം. നിനക്ക് അത് കാണുവാൻ കഴിയുന്നില്ല, ആ ഒരു പ്രമോഷന്റെ സാധ്യത ഇല്ല, അവിടെ അധികകാലം നിൽക്കുന്നത് കാണുവാൻ കഴിയുന്നില്ല, വലിയ പ്രതിസന്ധിയാണ്. അർത്ഥം അത് ഇല്ലാതായി പോകുന്നില്ല. നീ ഒരു ഭക്തനായതുകൊണ്ട് അത് അവിടെ തന്നെ ഉണ്ട്. യേശുവിൻ നാമത്തിൽ നീ കാണാത്ത നിന്റെ വാഗ്ദത്തം അവിടെ തന്നെ ഉണ്ട്. അത് വളരുകയാണ്. താങ്ക് യു ലോർഡ്. അത് വളരുക. സഹോദരി, അത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല, നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ഭക്തയായതുകൊണ്ട് നിനക്കത് കാണുവാൻ കഴിയുന്നില്ല എങ്കിലും, ഒപ്പം നിന്റെ ഭർത്താവിനെ കാണുവാൻ കഴിയുന്നില്ല എങ്കിലും, ഒപ്പം നിന്റെ ബെഡ്റൂമിനകത്ത് നിന്റെ ഭർത്താവ്, സ്തോത്രം, അവനെ നിനക്ക് കാണുവാൻ കഴിയുന്നില്ല എങ്കിലും തിരിച്ചറിയ, അവൻ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തേയില്ല. കാരണം നീ ഒരു വിശ്വാസിയാണ്, നീ ഒരു ഭക്തയാണ്. ലോകം പറഞ്ഞു തരും അവസാനിച്ചു, തീർന്നു, ഇനി അവനെ നിനക്ക് തിരിച്ചു കിട്ടത്തില്ല. അങ്ങനെ ഉള്ളിടത്താണ് അവൻ പോയി പെട്ടുപോയത്. പട്ടുപോയുമായിരിക്കുന്ന ലോകം പറഞ്ഞു തരുന്നത് കേട്ട് നീ തളർന്നു പോകരുതേ. നീ വിശ്വാസിയാണെങ്കിൽ ആ പട്ടുപോയിടത്തു നിന്ന് വളർത്തി വലുതാക്കുന്ന ദൈവത്തിങ്കിലേക്ക് നോക്ക്. ആ ദൈവം പറയും, അത് നഷ്ടപ്പെട്ടിട്ടില്ല, അത് വളരുക. യോസേഫ് വളരുകയാണ്, മിസ്രയീമിൽ അത് വളരുകയാണ്. വളർച്ചയുടെ കാലങ്ങളൊക്കെ പ്രശ്നമാണ്, പക്ഷെ വളർച്ച ഉറപ്പാണ്. നിന്റെ വാഗ്ദത്തം അത് ഏതൊക്കെ വഴികളിലൂടെ പോയാലും, അത് നിന്റെ കണ്ണുകൊണ്ട് നിനക്ക് കാണുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നാലും അത് നഷ്ടപ്പെട്ടു പോകത്തില്ല, അത് വളരും. അത് ഇല്ലാതായി പോകത്തില്ല, അത് വളരും. കാരണം അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. യേശുവിൻ നാമത്തിൽ മാതാവേ, പിതാവേ, നിന്റെ തലമുറകളെ നിങ്ങൾക്ക് ദൈവം തന്നതാണ്. അത് നഷ്ടപ്പെട്ടു പോകത്തില്ല, അത് വളരും. സ്തോത്രം. യോസേഫ് വളരുകയാണ് മിസ്രയീമിൽ. എന്തിനു വേണ്ടി? യാക്കോബിന്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം തുറക്കുവാൻ വേണ്ടി. യാക്കോബ്, അവന്റെ കുടുംബം വർദ്ധിക്കുവാൻ വേണ്ടി. എവിടെ നിന്ന് എവിടെ വന്ന്? യാക്കോബ് സമയമായിരിക്കുന്നത് കനാനിലാണ്, വാഗ്ദത്ത ദേശത്തിൽ യാക്കോബായിരിക്കുന്നു. പക്ഷെ വചനം പറയുന്നു, കനാനിൽ ക്ഷാമമുണ്ടായി, വാഗ്ദത്ത ദേശത്ത് ക്ഷാമമുണ്ടായി. അയ്യോ,
വാഗ്ദത്ത ദേശത്ത് ക്ഷാമം വന്നാൽ പിന്നെ വല്ലതും പറയേണ്ട കാര്യമുണ്ടോ? ദൈവപ്രവൃത്തിയിൽ തന്നെ പ്രശ്നമുണ്ടായാൽ നോ രക്ഷ, നോ രക്ഷ. ഭക്തനായും പിന്നെ എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. ലോകപ്രകാരമുള്ളിടത്ത് പ്രശ്നം വന്നാൽ ദൈവം തരുന്നിടത്ത് പ്രശ്നം ഉണ്ടാകരുത്. അതാണല്ലോ ഇവിടെ. ഇതാ, ദൈവം തരുന്നിടത്തും പ്രശ്നമുണ്ട്. അതിന്റെ അർത്ഥം എല്ലാം അവസാനിച്ചെന്നാണോ? ഇല്ല. അവിടെ നിന്ന് ക്ഷാമമുള്ളയിടത്ത് യാക്കോബിനൊപ്പമുള്ള 70 പേരടങ്ങുന്ന കുടുംബത്തിനും വളരുവാൻ കഴിയത്തില്ല. അവർ ഒരു വലിയ ജാതിയായി മാറേണ്ടതാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ദൈവത്തിന്റെ ജനത്തിന്റെ വളർച്ചയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നിങ്ങൾ വളരണമെന്നാണ്, നിങ്ങൾ വർദ്ധിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ല എന്ന് ആര് പറഞ്ഞാലും പോയി പണി നോക്കുവാൻ പറയൂ. ദൈവം നിങ്ങളെ വിളിച്ചത് തളർത്തുവാനല്ല, വളർത്തുവാനാണ്. ലോകം നിങ്ങളെ തളർത്തുമ്പോൾ ദൈവം നിങ്ങളെ വളർത്തും. ഈ പകലിലും വളരുവാൻ വേണ്ട വെള്ളവും വളവും നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത് ധാരാളമായി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ വളരും. പക്ഷേ വാഗ്ദത്ത ദേശത്ത് അതിനുള്ള സാഹചര്യമില്ല. ദൈവം ഓടിപ്പോയില്ല. പിന്നെ എന്താ? മറ്റൊരു ദേശത്ത് വളരുവാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. എവിടെ? മിസ്രയീമിൽ. 70 പേരടങ്ങുന്ന ആ കുടുംബം 30 ലക്ഷം പേരായി വളരുകയാണ്. ഓ സ്തോത്രം! എങ്ങനെ? ആ കാണാതെ പോയിരുന്ന, നഷ്ടപ്പെട്ടു പോയിരുന്ന ആ യോസേഫിലൂടെ ചിലത് കാണാതെ പോയതേ. ഓ സ്തോത്രം! ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. ചിലത് അയ്യോ എവിടെ, അയ്യോ എവിടെ എന്ന് പറയേണ്ടി വന്നതേ നീ ആഗ്രഹിക്കുന്ന നിലയിൽ അല്ല, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നീ വളരുവാൻ വേണ്ടി അത് ചില സ്ഥാനങ്ങൾ ഒരുക്കിയ നിന്റെ വാഗ്ദത്തം നിനക്ക് വളരുവാനും വർദ്ധിക്കുവാനുമുള്ള സാഹചര്യത്തെ ഒരുക്കിയ. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. നീ കാണാതെ പോയത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, വളർന്നുകൊണ്ടിരിക്കുക. എന്തിനാ? നിന്നെ വളർത്തുവാൻ വേണ്ടി. നിങ്ങളുടെ വാഗ്ദത്തം, നിങ്ങളുടെ മേലുള്ള ആലോചനകൾ കേൾക്ക്, അത് വളർന്നുകൊണ്ടിരിക്കുക, നിങ്ങളെ വളർത്തുവാൻ വേണ്ടി. ആമേൻ. 70 പോരാ, 30 ലക്ഷം. അത് വാഗ്ദത്ത ദേശത്ത് പറ്റത്തില്ല എങ്കിൽ ശത്രുവിന്റെ ദേശത്ത് ദൈവം അത് ശരിയാക്കി തരും. ആമേൻ. പലപ്പോഴും നമ്മുടെ സങ്കടം ഇതാ, ദൈവമക്കളായിരിക്കുന്നു, പക്ഷേ ശത്രുവിന്റെ ദേശത്താണല്ലോ ദൈവദാസനെ. ചുറ്റും ശത്രുക്കളാണ്. നിന്ന പരിഹാസം, ഉപദ്രവം, അയ്യോ ഒന്നും പറയണ്ട. അങ്ങനത്തെ കണ്ടീഷനിലാണല്ലോ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? നിനക്ക് വാഗ്ദത്തമായി തന്ന ആ ദേശമുണ്ടല്ലോ, സന്തോഷത്തോടെ സമാധാനത്തോടെ ഗ്ലോറി ഹല്ലേലൂയ പറഞ്ഞ് കൈകൊട്ടിപ്പാടി ചിരിച്ച് കളിച്ച് 3 നേരം തിന്ന് കിടന്നുറങ്ങുന്ന ആ ദേശം, അവിടെ ദൈവത്തിനറിയാൻ നീ വളരത്തില്ല. ആമേൻ. നീ വളരണമെങ്കിൽ നീ അവിടെ നിന്ന് പുറത്തു വരണം. അതൊരു ചെറിയ വളർച്ചയല്ല ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. വലുതായി നീ വളരണമെങ്കിൽ, ഒരു ജനമായി, ഓ താങ്ക് യു ലോർഡ്, ഒരു ജാതിയായി. ആമേൻ. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. നിന്നെ കർത്താവ് വിളിച്ചതേ ഒറ്റയ്ക്ക് നിന്ന കേൾക്കാനും പരിഹാസം കേൾക്കാനും അല്ല. നിന്നിലൂടെ ഒരു വംശം, ഒരു ജാതി, ഒരു ജനം ദേശത്തിന് മധ്യത്തിൽ വളരുവാൻ പോവുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ശുശ്രൂഷക, നിന്നിലൂടെ ഒരു ജനം ദേശത്തിന് മധ്യത്തിൽ വളർന്ന് വർദ്ധിക്കുവാൻ പോവുക. ഓ താങ്ക് യു ലോർഡ്. 70 നിന്ന് 30 ലക്ഷത്തിലേക്കുള്ള ഒരു വളർച്ച, അതിനു വേണ്ടി ദൈവം മിസ്രയീം ഒരുക്കി. നീ വളരുവാൻ വേണ്ടി ശത്രുവിന്റെ ദേശത്ത് നിന്നെ ആക്കിയിരിക്കുന്നു. എന്തിനാണോ? പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ ദൈവജനത്തെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. വളരുവാൻ വേണ്ടി അനുകൂലമായ തിന്ന് സുഖിച്ച് കിടന്നുറങ്ങി അങ്ങനെ ഒരു സാഹചര്യം അല്ല ദൈവത്തിന്റെ ജനത്തിന് ദൈവം ഒരുക്കിയത്. പിന്നെയോ, ദൈവം ഒരുക്കിയ സ്ഥാനത്ത് അവർ ഉപദ്രവിക്കപ്പെടുന്നു, അവർ പീഡിപ്പിക്കപ്പെടുന്നു, ഊഴിയ വിചാരകന്മാരാൽ അവർ അടിമകളാക്കപ്പെടുന്നു. പക്ഷെ വചനം പറയുന്നു, ഞെരുക്കും തോറും ദൈവത്തിന്റെ ജനം വർദ്ധിച്ചു വന്നു. ഞെരുക്കും തോറും വർദ്ധിച്ചു വന്നു, ഞെരുക്കും തോറും വർദ്ധിച്ചു വന്നു. ശത്രു നിന്നെ ഉപദ്രവിക്കും തോറും, ശത്രു നിന്നെ നിന്ദിക്കും തോറും, ശത്രു നിന്നെ ഓടിക്കുവാൻ പദ്ധതി ഒരുക്കും തോറും തിരിച്ചറിയ നീ വർദ്ധിക്കുക. ഓ താങ്ക് യു ലോർഡ്. നീ വർദ്ധിക്കുക. മറ്റൊരു വീട്ടിലുമില്ലാത്ത, മറ്റൊരു ഭവനത്തുമില്ലാത്ത പ്രശ്നം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നിന്റെ കുടുംബത്തിനകത്ത് കടന്നു വരുമ്പോൾ തിരിച്ചറിയ നീ വർദ്ധിക്കുവാൻ വേണ്ടി എന്റെ ദൈവം നിന്നെ അവിടെ ആക്കിയിരിക്കുന്നു. എങ്ങനെ വർധനവ് പ്രാപിക്കുവാൻ കഴിയും? പ്രാർത്ഥിക്കുക. ആമേൻ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. അപ്പോ യാക്കോബിൽ നിന്ന് കാണാതെ പോയത്, ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു പോയത്, ഒരിടത്ത് വളർന്നു.
ഒരു ദിവസം അപ്പൻ തന്റെ കണ്ണുകൊണ്ട്, ഓ താങ്ക് യു ലോർഡ്, ആ വാഗ്ദത്തത്തെ കണ്ട് വാരി പുണരുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ സസ്പെൻസ് ഇതാ. ചിലര് ആ വാഗ്ദത്തത്തെ വാരി പുണരുക. നഷ്ടപ്പെട്ടു പോയ ചിലതിനെ ചിലർ വാരി പുണരുവാൻ പോവുക യേശുവിൻ നാമത്തിൽ. അതാ ദൂത്. ആമേൻ. നീ വാരി പുണരുവാൻ പോവുക. സഹോദരി, സഹോദര, നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ, നിന്റെ മക്കളെ നീ വാരി പുണരുവാൻ പോവുക. ആ നഷ്ടപ്പെട്ടു പോയതിനെ, ഇനി കിട്ടത്തില്ല എന്ന് കരുതിയതിനെ, ഇനി സ്തോത്രം. ആമേൻ. മാതാവേ, പിതാവേ, നിങ്ങൾക്കുള്ള ദൂത. അവനെ വാരി പുണരുവാൻ പോകുക, അവളെ വാരി പുണരുവാൻ പോകുക. നിങ്ങളുടെ ബിസിനസ്സിനെ, നിങ്ങളുടെ നന്മ, ആ തൊഴിലിനെ. ആമേൻ. എങ്ങനെ? ദൈവദാസനെ, ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. പലപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ. ആ പക്ഷേക്കാണ് ഒരു ഉത്തരം തരുവാൻ ഇനിയുള്ള സമയം ഞാൻ വിനിയോഗിക്കുവാനായി പോകുന്നത്. ആരാണ് യാക്കോബിന് മരിച്ചുപോയെന്ന് താൻ കരുതിയ മറ്റു മക്കൾ സാക്ഷ്യപ്പെടുത്തിയ യോസേഫിനെ തിരികെ നൽകിയത്? പിതാക്കന്മാരുടെ ദൈവം. എനിക്കൊരു വലിയ പാരമ്പര്യമൊന്നും അവകാശപ്പെടുവാനില്ല, എങ്കിലും ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു തുടങ്ങിയത് പിതാക്കന്മാരുടെ ദൈവം എന്നാണ്. എനിക്ക് അങ്ങനെ ദൈവത്തെ പറയുവാനാണ്, വിശേഷിപ്പിക്കുവാനാണ് ഇഷ്ടം. പിതാക്കന്മാരുടെ ദൈവം. യാക്കോബിനൊരു ദൈവമുണ്ട്, പിതാക്കന്മാരുടെ ദൈവം, അവന്റെ പിതാവിന്റെ ദൈവം. അബ്രഹാം, ഈസഹാക്ക് എന്ന അവന്റെ പിതാക്കന്മാരുടെ ദൈവം. ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങളുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? അയ്യോ, ഇന്നിങ്ങനെ ഒരു ചോദ്യം ഉണ്ടായാൽ പലരും തകർന്നു പോകും. പലരുടെയും ദൈവം ഒന്നിനും കഴിയാത്ത, നാക്കുകൊണ്ട് ഇരപിടിച്ച് ജീവിക്കുന്ന ചിലർക്ക് വേണ്ടി മാത്രം, അവരുടെ കഴിവിൽ മാത്രം മുൻപോട്ട് പോകുവാൻ കഴിയുന്ന, പേര് മാത്രമുള്ള ഒരു സാധനമായി മാറി. നമ്മൾ ഒത്തിരി പേരോട് പറയും, വലിയ വിഷയങ്ങളുമായി അവർ പ്രാർത്ഥനയ്ക്കായി വിളിക്കും, ഒരു മടിയും കൂടാതെ പറയും, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ. അല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല, അത് അപ്പുറത്ത് കിടപ്പുണ്ട്. 9 വർഷം കഴിഞ്ഞു. ലോകം പറഞ്ഞതാ ഇല്ലെന്ന്. എടാ, എനിക്ക് തന്ന ആ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് തരത്തില്ലെന്ന് എങ്ങനെ ഞാൻ പറയും? ദൈവം എന്നോട് ചോദിക്കത്തില്ലേ, എടാ നീ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? നിനക്ക് ഞാൻ തന്നില്ല, പിന്നെ എന്താ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത? എനിക്കെന്താ കൊമ്പുണ്ടോ? എനിക്ക് തന്നു, നിങ്ങൾക്ക് തരത്തില്ല. പലരെയും പോലെ എനിക്ക് കൊമ്പൊന്നുമില്ല, നിങ്ങളെക്കാൾ യോഗ്യത കുറവുള്ളവനാ. ആ സ്നേഹം അറിഞ്ഞു എന്നൊരു ക്രെഡിറ്റ് മാത്രമേ ഉള്ളൂ. അതൊരു ക്രെഡിറ്റാ. ആമേൻ. എൻ്റെ ദൈവത്തെ ഞാൻ അറിഞ്ഞു, അതൊരു ക്രെഡിറ്റാ. ആ ദൈവത്തെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തരുമെങ്കിൽ നിങ്ങൾക്കും ദൈവം തരും. ആമേൻ. തരുന്ന ഒരു ദൈവം, അതാണ് പിതാക്കന്മാരുടെ ദൈവം. അബ്രഹാമിന് ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞു. 99 വയസ്സായി. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ മേമ്രയുടെ തോപ്പിൽ വെച്ച് ദൈവം ഈ പറഞ്ഞ അബ്രഹാമിനെ സന്ദർശിക്കുകയാണ്. നമ്മുടെ യാക്കോബിന്റെ വലിയപ്പച്ചനെ അല്ലേ സന്ദർശിക്കുന്നു. സന്ദർശിച്ചിട്ട് എന്താ പറഞ്ഞത്? നമ്മുടെ ഇന്നത്തെ അഭിനവ ശുശ്രൂഷകന്മാർ പറയുന്നത് പോലെ, എടാ അബ്രഹാമേ, 99 വയസ്സായി, നിനക്ക് ബോധവും വിവരവും ഒക്കെ ഉണ്ടോ? ഇന്ന് നീ എന്തിനാ പ്രതീക്ഷിച്ചായിരിക്കുന്നത്? നിനക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ? നിനക്ക് സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ? ഇവിടെ എല്ലാം ആയല്ലോ. നീ ഇനിയും മക്കളെയും പ്രതീക്ഷിച്ചിരിക്കുകയാണോ? നിനക്ക് ഇതുവരെയായിട്ട് എന്നെ മനസ്സിലായിട്ടില്ലേ? ഈ ലോകത്തിലെ താൽക്കാലികമായ മക്കളെയാണോ നീ പ്രതീക്ഷിക്കുന്നത്? അബ്രഹാമേ എന്ന് പറഞ്ഞ് അബ്രഹാമിന്റെ മുമ്പിൽ കിടന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന ദൈവമല്ല അവിടെ. പിന്നെ 99 ആയാലും 199 ആയാലും ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാക്കാ. നമ്മുടെ ഭാഷ പറഞ്ഞാൽ അത് ഓക്കെയാ, പെർഫെക്റ്റ് ഓക്കെയാ. ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ. 99 ആയി, അതുകൊണ്ട് ഇനി നീ മാറ്റിപ്പിടിച്ചോ? നോ നോ നോ, അങ്ങനെ പറഞ്ഞു പോകുന്നവരല്ല ദൈവം. നിന്റെ പ്രായം എത്ര കടന്നു പോയാലും, മാതാവേ പിതാവേ, നിങ്ങളുടെ പ്രായം എത്ര കടന്നു പോയാലും, അയ്യോ കുഞ്ഞേ പ്രായം കൂടി, കുഞ്ഞെന്ന് വിളിക്കേണ്ട പരുവമൊക്കെ കഴിഞ്ഞു, എന്നിട്ടും ഒന്നും ആയിട്ടില്ല, വിഷമിച്ചിരിക്കുകയാണോ? നോ പറഞ്ഞ് കർത്താവ് പോകത്തില്ല. മറ്റു പലതിനെയും കുറിച്ച് ചിന്തിക്കാൻ കർത്താവ് പറയത്തില്ല. നിന്റെ ആവശ്യം എന്തോ അതറിഞ്ഞ് നിനക്ക് തരുന്ന ദൈവം, അബ്രഹാമിന്റെ ആവശ്യം അറിഞ്ഞ് വിളിച്ച ദൈവം അവന് നൽകിയെങ്കിൽ, ഓ താങ്ക് യു ലോർഡ്. പിതാക്കന്മാരുടെ ദൈവം, ആ ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ആമേൻ. അല്ലാതെ നിനക്ക് ഞാൻ ഒരു വലിയ ഉദ്യാനം, ഇന്നത്തെ ഈ ആട്ടിടയന്മാരുടെ പ്രസംഗം കേട്ടിട്ടില്ലേ? സിറിയയിലും അഫ്ഗാനിലും ഒക്കെ ആടിനെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന ഇടയന്മാരുടെ പ്രസംഗം.
ഇവിടെ ഒന്നും തരാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ഇവിടെ ഉള്ളവരെയൊക്കെ കൊന്നൊടുക്കി അങ്ങ് വന്നു കഴിഞ്ഞാൽ മദ്യപ്പുഴ, തേന്, വേറെ പലതും പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടത്തിലുള്ള പലരും നമ്മെ സമാധാനിപ്പിക്കുന്നു. ഇവിടെ തരത്തില്ല, അങ്ങ് തരാമെന്ന്. പോടടേ, ദൂതന്റെ ശരീരമായിട്ട് അവിടെ എന്ത് കിട്ടും? അതിനെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട. ഇവിടെ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ സ്തോത്രം, ഇനി അതേക്കുറിച്ച് പറയത്തില്ല. നിങ്ങൾക്ക് സങ്കടം വരും. കേട്ട് പഠിച്ചു വച്ചിരിക്കുന്നതൊക്കെ അങ്ങനെയാണല്ലോ. എന്നാൽ എൻ്റെ ദൈവം അങ്ങനെയല്ല. സ്തോത്രം. മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുക എന്താ? ഞാനാകുന്നവൻ ഞാനാകുന്നു. അതുകൊണ്ട് ആമേൻ. നിങ്ങളൊന്ന് ചിന്തിച്ചേ. മോശയുടെ ദൈവം പറയാ ഞാനാകുന്നവൻ ഞാനാകുന്നു. മോശയ്ക്ക് വേണം തിരിച്ചു ചോദിക്കാം അതുകൊണ്ടെന്ന് മോശ ചോദിച്ചാൽ ദൈവം ഉടനെ പറയും, എടാ അതുകൊണ്ട് നിങ്ങൾ അടിമകളാണോ? നിങ്ങളായിരിക്കുന്ന അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നവനാണ് ഈ ഞാനാകുന്ന ഞാൻ. നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ ചേഞ്ച് ചെയ്യുന്നവനാണ്. നിങ്ങളുടെ ജീവിതത്തിനൊരു രൂപാന്തരം വരുത്തുന്നവനാണ് എൻ്റെ ദൈവം, പിതാക്കന്മാരുടെ ദൈവം. ആ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. സ്തോത്രം. ആ ദൈവം എനിക്ക് പിതാവായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവത്തെ നിങ്ങൾ എങ്ങനെ അറിയുന്നുവോ നിങ്ങളുടെ അറിവിനനുസരിച്ച് ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കും. ആമേൻ. സ്വർഗം തരുന്ന ദൈവത്തെ മാത്രമേ നിങ്ങൾക്ക് വിശ്വാസമുള്ളൂവെങ്കിൽ നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുക. ഈ ഭൂമിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ കഴിവുള്ള ഒരു ദൈവം, ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടം ഉണ്ടാകുമെന്ന് നേരത്തെ അറിഞ്ഞുകൊണ്ട കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. നമ്മൾ പറയും ഇതിനൊന്നും പ്രാധാന്യമില്ല, ഇത് മണ്ണാണ്, ചീഞ്ഞു പോകും. അയ്യോ, ഇതിലൊക്കെ എന്തിത്ര ഇരിക്കുന്നു? ഈ ചീഞ്ഞു പോകുന്ന ജഡത്തിലാ സാക്ഷാൽ ദൈവം ഭൂമിയിൽ വെളിപ്പെട്ടത്. ആമേൻ. തിരിച്ചറിയും. ആ ജഡത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ആ കാൽവരിയിൽ മരിച്ചത്. സ്തോത്രം. ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നു. ഇതിന് പ്രാധാന്യമുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പത്രോസ് വല കഴുകി മടക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. ഒന്നും കിട്ടിയില്ല, പരാജിതനാണ് കക്ഷി. കർത്താവ് ഇങ്ങോട്ട് വരികയാണ്. നമ്മുടെ ഇന്നത്തെ അഭിനവ ചിന്തയിൽ കർത്താവ് ഇങ്ങോട്ട് വന്നിട്ട് ലൂക്കോസിനെ പിടിച്ച് താഴെ അങ്ങിരുത്തും. കർത്താവ് മണ്ടയിലങ്ങ് കയറിയിരിക്കും. എടാ ലൂക്കോസെ, നിനക്കൊരു കാര്യം അറിയാമോ? ലൂക്കോസ് എന്തായിരിക്കും തിരിച്ചു പറയുന്നത്? കർത്താവേ, ഒന്നും കിട്ടിയിട്ടില്ല, എങ്ങനെ വീട്ടിൽ പോയി കയറും? ഭാര്യ ഉണ്ടാക്കി, ഭാര്യയുടെ മുഖത്തെങ്ങനെ നോക്കും, മക്കളുടെ മുഖത്തെങ്ങനെ നോക്കും, വയസ്സായ മാതാപിതാക്കൾ. പത്രോസെ കരയല്ലേ? ആ അല്പം കിട്ടുമ്പോൾ, ആ ചെറിയ ശമ്പളം കയ്യിൽ വാങ്ങുമ്പോൾ ഇതുകൊണ്ട് എന്താവാൻ, എൻ്റെ ആവശ്യങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത്? കരകയല്ലേ പത്രോസ്? ആ പത്രോസ് അതുപോലെ യേശുവിൻ്റെ അടുക്കൽ ഇരുന്ന് കരഞ്ഞു കാണുന്നു. യേശു എന്താ നമ്മുടെ ചിന്തയിൽ ചിന്തിച്ച് വന്നതിനനുസരിച്ച് പറയുക, ഈടാ നീ ഈ കുഞ്ഞുങ്ങളുടെ ആഹാരവും ഭാര്യയുടെ കാര്യവും പ്രസവവും വീട് വയ്പ്പും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാതെ നീ ഉയരത്തിലുള്ളത് ചിന്തിരത്. ഇതൊക്കെ മോശം കാര്യങ്ങളാണ്. അയ്യേ, നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇത് നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ഒരുക്കി വെച്ചിട്ടുള്ളത്, നീ അങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നെങ്കിലേ നമ്മൾ കേട്ടോണ്ട് പോകും. പക്ഷെ പത്രോസ് കേട്ടോണ്ട് പോകത്തില്ല. അത് കർത്താവിന് നല്ലതുപോലെ അറിയാം. ആവശ്യത്തിന്റെ വില അറിയുന്നവന്റെ ആവശ്യത്തിന് ഒപ്പം നിൽക്കുന്നവനാണ് കർത്താവ്. കർത്താവിനറിയാം ഇവന് ഉയരത്തിലുള്ളതല്ല ഇപ്പോൾ ആവശ്യം. ഇപ്പോൾ ഇവന്റെ ഈ ദുഃഖത്തിന് പരിഹാരമുണ്ടാകണം, ഇവന്റെ ഇല്ലായ്മയ്ക്ക് പരിഹാരമുണ്ടാകണം. കർത്താവ് പറയുക, ശരിയടാ, എന്നാ വല നിറച്ച് നീ വലിച്ചു കയറ്റുവാൻ പോവുക. ഓ താങ്ക് യു ലോർഡ്. പിതാക്കന്മാരുടെ ദൈവം, പ്രവർത്തിക്കുന്ന ദൈവം, നമുക്ക് പ്രവർത്തിക്കുവാൻ അവസരം തന്നിട്ട് ബൈബിളിനകത്ത് കയറി ഒളിച്ചിരിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല. നിന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്ന ദൈവം, നിന്നെ മിണ്ടാതാക്കുന്നവരോട് പോയി പണി നോക്കുവാൻ പറഞ്ഞിട്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ആ വല നിറച്ചു തരുന്ന ഒരു ദൈവം. യേശുവിൻ നാമത്തിൽ നിന്റെ ആവശ്യത്തിന് തവണം എങ്ങനെ മക്കളെ പഠിപ്പിക്കും, എങ്ങനെ ഫീസ് കൊടുക്കും, എങ്ങനെ ലോൺ അടയ്ക്കും, എങ്ങനെ കാര്യങ്ങൾ ക്രമപ്പെടുത്തും, ഭാരപ്പെട്ട് തളർന്നായിരിക്കുന്നു, നിന്റെ ആവശ്യങ്ങൾക്ക് തവണം നിനക്ക് തരുന്ന ഒരു ദൈവം. ഓ താങ്ക് യു ലോർഡ്. ആ ദൈവത്തെ ഈ പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു. പിതാക്കന്മാരുടെ ദൈവം, യാക്കോബിന്റെ ദൈവം പിതാക്കന്മാരുടെ ദൈവമാണ്. ഒരു പട്ടിക്കാട്ടിൽ കിടന്ന ആബ്രഹാമിനെ, അത് പട്ടിക്കാട്, ദൈവത്തെ അറിയാത്ത ജീവിതം, അതാണ് പട്ടിക്കാട്. എന്തൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തെ അറിയാത്ത ജീവിതം ഒന്നുമില്ലാത്തതാണ്. ദൈവം വിളിച്ചത് അതിലും താണൊരവസ്ഥയിൽ നിന്നെ ഒതുക്കി കളയുവാനല്ല, വളർത്തുവാനാ. അബ്രഹാമിനെ ദൈവം വിളിച്ചത് വളർത്തുവാനാ. വളർച്ച അബ്രഹാമിൽ നിന്ന്
ഈസഹാക്കിലേക്ക്, ഈസഹാക്കിൽ നിന്ന് നമ്മുടെ കഥാനായകനായ യാക്കോബിലേക്ക്, യാക്കോബിൽ നിന്ന് യോസേഫിലേക്ക്, ഗോത്രങ്ങളായി. ഓ താങ്ക് യു ലോർഡ്. ദൈവം വളർത്തുന്ന ദൈവമാണ്. ലോകത്തിലെ മനുഷ്യൻ നിങ്ങളെ തളർത്തുമ്പോൾ പ്രിയരെ, ദൈവം നിങ്ങളെ വളർത്തും. ആ ദൈവത്തിന്റെ അടുക്കലാണ് നിങ്ങളായിരിക്കുന്നത്. തിരിച്ചറിയ്, നിങ്ങളുടെ ആവശ്യം എന്താണോ അതിന് പരിഹാരം വരുത്തി തരുന്നവനാണ് കർത്താവ്. ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. യാക്കോബ് ആ ദൈവത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് അവന്റെ കണ്ണിന് കാണുവാൻ കഴിയാതിരുന്ന യോസേഫിനെ ദൈവം ഒരു ദിവസം അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അയ്യോ, ഈ ചിലർക്കൊക്കെ നഷ്ടപ്പെട്ടു പോയ പിള്ളേരെ കിട്ടും. 10-30 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇവന്മാരിതാണ്ട് ഈ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് അങ്ങറ്റമായിപ്പോയ അസ്ഥികൂടങ്ങൾ നടന്നു വരുമ്പോൾ, ഒരു 14 കീമോ ഒക്കെ കഴിഞ്ഞിട്ട് ചിലർ എഴുന്നേറ്റ് വരുമല്ലോ, അതുപോലെ വരും. പത്രത്തിൽ ഫോട്ടോയൊക്കെ കൊടുക്കും. കിട്ടിയിട്ട് എന്ത് കാര്യമാണെന്ന് സങ്കടം ഉണ്ടെങ്കിലും മറ്റുള്ളവർ ചിന്തിച്ചു പോകും. അങ്ങനെ കിട്ടുന്ന ലോകത്തിൽ, കിട്ടിയാൽ അങ്ങനെയൊക്കെയാണ് കിട്ടുന്ന ലോകത്തിൽ. പക്ഷേ യാക്കോബിന് യോസേഫിനെ കിട്ടിയത് ഒരു വല്ലാത്ത വളർച്ചയുടെ അനുഭവത്തിലാണ്. ഓ, യാക്കോബ് ഇങ്ങനെ താഴോട്ട് നോക്കി ചേർത്ത് പിടിച്ചു പൊക്കേണ്ടി വന്നില്ല. പിന്നെ മുകളിലേക്ക് നോക്കി. അതാ ദൂത്. യേശുവിൻ നാമത്തിൽ നഷ്ടപ്പെട്ടു പോയ പലതും കയ്യിൽ കിട്ടുമ്പോൾ സന്തോഷമാ. ഇനി ഇതിനെ ഒന്ന് പൊക്കിയെടുക്കണം. ആമേൻ. ദുരിത ജീവിതം അതല്ല. ആശ്ചര്യപ്പെട്ടു നോക്കി. അയ്യോടാ, മിസ്രൈമിലെ പ്രധാനമന്ത്രി ആര്? എന്റെ മകൻ, നഷ്ടപ്പെട്ടു പോയവൻ. അവന്റെ രക്തം ഞാൻ കണ്ടതാ, സഹോദരന്മാർ സാക്ഷ്യം പറഞ്ഞതാ, ലോകം പറഞ്ഞതാ നഷ്ടപ്പെട്ടു പോയെന്ന്. നീ ആശ്ചര്യത്തോടെ നോക്കുവാൻ തക്കവണ്ണം അതിനെ കർത്താവ് തിരികെ തരും. ഓ താങ്ക് യു ലോർഡ്. എങ്ങനെ? നിന്റെ ദൈവം പിതാക്കന്മാരുടെ ദൈവമാണെങ്കിൽ, പ്രവർത്തിക്കുന്ന ദൈവമാണെങ്കിൽ. മെസ്സേജ് നിങ്ങൾ ഇന്ന് കേൾക്കുവാനും കാണുവാനും ഇടയായിരിക്കുന്നത് പ്രൈസർ ഫാമിലി കുടുംബങ്ങളുടെ പ്രാർത്ഥനയും ഒപ്പം അവരുടെ സപ്പോർട്ടും കൊണ്ടാണ്. അവരെ പോലെ നിങ്ങൾക്ക് പ്രൈസർ ഫാമിലിയുടെ മെസ്സേജുകൾ അനേകരിലേക്ക് എത്തിക്കുവാനും പിതാക്കന്മാരുടെ ദൈവത്തെക്കുറിച്ച് ഘോഷിക്കുവാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അതിനായി പ്രാർത്ഥിക്കുക, അതിനായി ഒരുങ്ങുക. എന്നാൽ കണ്ണടച്ചോ, വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, അനുഗ്രഹീതമായ ഈ നല്ല പകൽക്കാലം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരിക്കുവാൻ പ്രിയപ്പെട്ടവരെ അങ്ങ് ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇനി കിട്ടത്തില്ല, ഇനിയില്ല. ആ ജോലി സ്ഥലത്ത് ഭാരപ്പെടുന്നവർ, യേശുവിൻ നാമത്തിൽ ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ ഇന്ന് പകലിൽ വിടുവിക്കപ്പെടട്ടെ. ഇതുവരുടെ വിടുതലിന്റെ ദിവസമായി മാറട്ടെ. നഷ്ടപ്പെട്ടു പോയ ജോലികൾ തിരികെ ലഭിക്കട്ടെ. ശമ്പള കുടിശ്ശികൾ ലഭിക്കട്ടെ. ജോലിക്ക് വിരോധമായുള്ള സകല വെല്ലുവിളികളും അകത്തുനിന്നും പുറത്തുനിന്നും ശാരീരികമായി മാനസികമായി ജോലി സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ കഴിയാത്ത വിധത്തിൽ വാദിച്ചു വെല്ലുവിളിക്കുന്ന സകല പോരുകളും അഴിഞ്ഞു മാറട്ടെ. വെല്ലുവിളികൾ അഴിയട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. ഭാര്യമാർ, ഭർത്താക്കന്മാർ സ്നേഹം ചേർത്ത് പിടിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. നഷ്ടപ്പെട്ടു പോയ ഭർത്താവ് തിരികെ വരട്ടെ. യേശുവിൻ നാമത്തിൽ നഷ്ടപ്പെട്ടു പോയ ഭാര്യ തിരികെ വരട്ടെ. നഷ്ടപ്പെട്ടു പോയ മക്കൾ തിരികെ വരട്ടെ. സമാധാനം തിരികെ വരട്ടെ. സന്തോഷം തിരികെ വരട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ വിട്ടുമാറട്ടെ. കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന മദ്യപാനം, സ്തോത്രം, കുടുംബങ്ങളെ ഇല്ലാതാക്കുന്ന മദ്യപാനം യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. തിരികെ വരട്ടെ. ആ നന്മകൾ തിരികെ വരട്ടെ. ശത്രു കവർന്നെടുത്ത നന്മകൾ, അവകാശം പറഞ്ഞ് പിടിച്ചു വച്ചിരിക്കുന്ന നന്മകൾ യേശുവിൻ നാമത്തിൽ തിരികെ വരട്ടെ. അവർ കാണുന്നില്ല. സ്തോത്രം. എൻ്റെ ദൈവം തിരികെ നൽകി മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. വെല്ലുവിളികൾ മാറട്ടെ. തലമുറകളുടെ ഭാവിക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ, ഒരുപാട് തടസ്സങ്ങൾ അതിജീവിച്ച് വിവാഹം നടത്തി മക്കളില്ലാതെ ഭാരപ്പെടുന്നു. യേശുവിൻ നാമത്തിൽ ഉദരഫലങ്ങൾ ജനിക്കട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. രോഗികൾ പ്രാർത്ഥിച്ചേ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ. നസ്രയനായ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കടബാധ്യതകൾ മാറുവാൻ പ്രാർത്ഥിച്ചാട്ടെ. പലിശക്കടങ്ങൾ, ലോണുകൾ, യേശുവിൻ നാമത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ. വിശാലതയിൽ തുറക്കപ്പെടട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ പ്രാർത്ഥിച്ചേ അനുഗ്രഹമായി മാറുവാൻ, ആഗ്രഹിക്കുന്ന വിശാലത ഉണ്ടാകുവാൻ യേശുവിൻ നാമത്തിൽ ഇത് വിടുതലിന്റെ പകൽക്കാലമായി മാറട്ടെ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അതുപോലെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. പകുതി വഴിയിൽ വെച്ച് അവൻ മതിയാക്കി പോയിട്ടില്ല. ഈ ലോകത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ കഴിവുള്ളവനാണ് ഞങ്ങൾ. ഗ്യാരണ്ടി. ഞങ്ങൾ സാക്ഷികളാണല്ലോ. അപ്പോൾ അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ ഇതേ സമയം ഇതേ ചാനലിലൂടെ വിടുതലിൻ്റെ
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.